ഹേ ഗായ്സ്, ഇന്നൊരു കുട്ടി വ്ളോഗായാലോ? അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ദേ എൻ്റെ നെയിൽസ് കണ്ടോ, ക്രിസ്മസ് തീമിലുള്ള നെയിൽസ്. പിന്നെ ഈ ഡെക്കോറൊക്കെ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാകും ഇതും ക്രിസ്മസിൻ്റെ അന്ന് എടുത്ത് വെച്ച വീഡിയോ ആണ്. ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് മോളാണ്. ഒരു 5-8 മിനിറ്റേ ഉള്ളൂ ഡ്രൈവ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് പോകാം നാളെ പോകാമെന്നും പറഞ്ഞിട്ട് ലേറ്റായി. ക്രിസ്മസിൻ്റെ അന്ന് ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ലഞ്ച് പുറത്തുനിന്നാക്കാന്നുള്ള പ്ലാൻ ആയിരുന്നെങ്കിലും ഞാൻ ഒരുങ്ങി കഴിയുമ്പോഴേക്കും 5-5:30 പിന്നെ ഒരു തലയ്ക്കൽ നമ്മൾ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസൊക്കെ കണ്ടിങ്ങെത്തിയപ്പോൾ ഇവിടെ സൂട്ടോപ്പിയയുടെ ഡെക്കറേഷൻസും കൂടാതെ കുട്ടികൾക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അത് പിന്നെ കളിക്കാമെന്നും പറഞ്ഞ് വിളിച്ചതിനാണ് ഈ പിണങ്ങി കയ്യും കെട്ടി പോകുന്നത്. പിന്നെ വാഷ്റൂമിൽ പോയപ്പോൾ ഒരു വലിയ മിറർ കണ്ടാൽ പിന്നെ എങ്ങനെ മിറർ സെൽഫി എടുക്കാതിരിക്കില്ലേ. സോ ഞങ്ങളിന്ന് വന്നേക്കുന്നത് മിസ്റ്റർ ഷവർമയിലോട്ടാണ്. മന്തി വാങ്ങാനാണ് ഉദ്ദേശിച്ചതെങ്കിലും ഈ ഒരു ഡിഷ് കണ്ടപ്പോൾ എൻ്റെ മൈൻഡ് അങ്ങ് മാറി. ഇത് എന്തായിരുന്നു ഇതിൻ്റെ പേര്, ഞാൻ പഠിച്ചു വെച്ചാണ്. മെക്സിക്കാന ചില്ലി ആൻഡ് ചീസ് റൈസും പിന്നെ നമ്മൾ ഒരു ഷവർമയും കൂടെ മേടിച്ചു. ഇവിടുത്തെ ഈ റൈസിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈവൻ മന്തി നമ്മൾ ഓർഡർ ചെയ്താലും അതിൻ്റെ കൂടെ മയോനൈസ് ഒന്നും കിട്ടില്ല. അത് അതിൻ്റേതായ ടേസ്റ്റ് തന്നെ കഴിക്കാം. പിന്നെ ഇവിടെ കിട്ടുന്ന വേറൊരു ഫുഡുണ്ട്, ഫിലാഡൽഫിയ ചിക്കനും റൈസും. അതും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾ മലേഷ്യയിൽ വരുന്നുണ്ടെങ്കിൽ നോക്കി വെച്ചോ. മിസ്റ്റർ ഷവർമ ഫുഡിന് നല്ല സ്പോട്ടാണ്. അത്ര അങ്ങോട്ട് എക്സ്പെൻസീവും അല്ല കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ സൂട്ടോപ്പിയയിൽ പോയി അവിടെ നിന്ന് കുറച്ച് കളിച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ക്രിസ്മസ് ഡെക്കോറിൻ്റെ സ്ഥലത്തേക്ക് എത്തി. ചാടരുത് എന്ന് എഴുതി വെച്ച സ്ഥലത്താണ് പിള്ളേരെല്ലാവരും കൂടെ കയറിയിട്ട് ഈ തുള്ളി കളിക്കുന്നത്. വിളിച്ചിട്ട് വരുന്നില്ല. പിന്നെ ഇവിടുത്തെ ഡെക്കോറും ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. ഫുൾ കളർഫുള്ളൊക്കെ ആയിരുന്നു. പിന്നെ പാറുവിന് കളിക്കാൻ ഒരു പയ്യനെ കിട്ടി. അവർ രണ്ടുപേരും കൂടെ ചെറുതിനെ കൂട്ടുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് ഈ പിണങ്ങി നടക്കുന്നത്. കുറച്ചു നേരം ഒരു സൈഡിലേക്ക് പോയി കരയൊക്കെ ചെയ്യുണ്ടായി. പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ ഇടയിലേക്ക് ചാടിക്കേറി അവരെ രണ്ടുപേരെയും രണ്ടാക്കി. ഒരു മനസ്സുഖം, അത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് നമുക്കൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ ക്രിസ്മസിൻ്റെ അന്നായതുകൊണ്ട് തിരക്ക് കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പതുക്കെ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.